ഗുഡ് മോർണിംഗ്. നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസിസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് തിയറീസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ തിയറിയുടെ ബാക്കി ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. കോൺഫിഡൻസ് വിത്ത് വിച്ച് എ നൾ ഹൈപ്പോത്തസിസ് ഈസ് അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് കോൾഡ് സിഗ്നിഫിക്കൻറ്റ് ലെവൽ. ഇപ്പം നമ്മളൊരു നൾ ഹൈപ്പോത്തസിസ് കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചു. ആ ഒരു നൾ ഹൈപ്പോത്തസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഒരു കോൺഫിഡൻസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. ദ പ്രോബബിലിറ്റി വിത്ത് വിച്ച് വി മെ റിജക്റ്റ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ ഈസ് കോൾഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു H0, അതായത് ഒരു നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെന്ന് വെക്കുക. അപ്പോൾ അങ്ങനെ ട്രൂ ആയിട്ടുള്ള കേസിലും നമ്മൾ ആ ഒരു നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്നതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന്. So when the level of significance is 0.05, it means that in the long run the statistician is rejecting true null hypothesis 5 times out of every 100 times. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ആണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലോങ് റണ്ണിൽ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഈ ഒരു നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ലോങ് റണ്ണിൽ ഈ ഒരു നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഔട്ട് ഓഫ് 100 ടൈംസ് 5 തവണ ഈ ഒരു ട്രൂ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Therefore, the level of significance is the risk a statistician is running in his decisions. The level of significance is denoted by alpha. Then alpha is equal to probability of rejecting H0 when it is true. The level of significance is usually determined before conducting the test of hypothesis. നമ്മൾ ഈ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ്. അതായത് ആ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ എടുക്കുന്ന ആ ഒരു ഡിസിഷനിലെ റിസ്ക് ഫാക്ടറിനെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ വെച്ചിട്ട്. ഈ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ ഇറ്റ് ഈസ് ട്രൂ. അതായത് നമ്മൾ കൺസിഡർ ചെയ്ത H0 ട്രൂ ആണെന്നിരിക്കെ നമ്മളതിനെ റിജക്റ്റ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റിയാണ് ആൽഫ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഡിറ്റർമൈൻ ചെയ്യും. ഇനി നമുക്ക് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ നോക്കാം. എറേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ടൈപ്പ് 1 എറർ, മറ്റേത് ടൈപ്പ് 2 എറർ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇൻ എനി ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ദ ഡിസിഷൻ ഈസ് ടു അക്സെപ്റ്റ് ഓർ ടു റിജക്റ്റ് നൾ ഹൈപ്പോത്തസിസ്. ദ ഡിസിഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ സപ്ലൈഡ് ബൈ ദ സാമ്പിൾ ഡേറ്റ. നമുക്ക് ഒരു നൾ ഹൈപ്പോത്തസിസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. സോ ഈ ഒരു നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് ഈ ഒരു സാമ്പിൾ ഡേറ്റയുടെ ബേസിലാണ്. നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി 4 പോസിബിലിറ്റിയാണ് ഉള്ളത്. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുന്ന കേസിൽ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് തെറ്റായിരിക്കുന്ന കേസിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യും. അല്ലാത്ത 2 പോസിബിലിറ്റി എന്താ, നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരുന്നു പക്ഷെ നമ്മളതിനെ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആയിരുന്നു ആ സമയത്ത് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ 4 കേസസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കി നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുന്ന കേസിൽ അക്സെപ്റ്റ് ചെയ്യുന്നതും നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആയിരിക്കുന്ന കേസിൽ റിജക്റ്റ് ചെയ്യുന്നതും തെറ്റല്ല, അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇനിയും പറയുമ്പോൾ 2 തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുന്ന കേസിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യുന്നതും നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആയിരിക്കുന്ന കേസിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ 2 എറേഴ്സിനെയാണ് നമ്മൾ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 എറർ എന്താ, റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് പോലും നമ്മളതിനെ റിജക്റ്റ് ചെയ്യുന്നതിനാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ടൈപ്പ് 2 എറർ എന്ന് വെച്ചാൽ അക്സെപ്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. അതായത് തെറ്റായിട്ടുള്ള കാര്യത്തിനെ നമ്മൾ ശരിയാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. In the absence of the proper and adequate sample information, it is likely that errors may occur. Type 1 error is committed by rejecting null hypothesis even when that hypothesis is true. Similarly, type 2 error is committed by accepting a hypothesis when it is false. Type 1 error, rejecting H0 when H0 is true. Type 2 error, rejecting H0 when H0 is false. So ഇത് ഓർത്തിരിക്കുക. H0 ട്രൂ ആയിരിക്കുന്ന കേസിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. H0 ഫോൾസ് ആയിരിക്കുന്ന കേസിൽ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. Suppose the test
is conducted on the basis of a sample drawn from the population leads to the conclusion that population mean not equal to 125 even though population mean is 125. This is type 1 error. Similarly, on the basis of sample drawn, if the test conducted leads to the conclusion that the population mean is 125 even though population mean is not 125 is the ടൈപ്പ് 2 എറർ. സപ്പോസ് ഒരു പോപ്പുലേഷൻ്റെ മീൻ 125 ആണെന്ന് വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ പോപ്പുലേഷൻ്റെ മീൻ 125 അല്ല എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഇനിയിപ്പം വേറൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ സാമ്പിൾ മീൻ 125 ആണെന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു, പക്ഷേ അതിൻ്റെ ആക്ച്വൽ മീൻ 125 അല്ല. അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ശരിയായിട്ടുള്ള കാര്യം തെറ്റാണെന്ന് പറഞ്ഞ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 1 എറർ. തെറ്റായിട്ടുള്ള കാര്യം ശരിയാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 2 എറർ. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സബ്ട്രാക്റ്റിംഗ് ദ നമ്പർ ഓഫ് കൺസ്ട്രെയിൻറ്റ്സ് ഫ്രം ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷനകത്തുനിന്ന് അതിൻ്റെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻറ്റ്സ് സബ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷമുള്ള നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താ? n-1. നമ്മൾ ഓരോ കേസിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒക്കെ കണ്ടതാണ്. ഇനി ക്രിട്ടിക്കൽ റീജിയൻ നോക്കാം. ഇൻ എ ടെസ്റ്റ് പ്രൊസീജിയർ വി കാൽക്കുലേറ്റ് എ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഓൺ വിച്ച് വി ബേസ് അവർ ഡിസിഷൻ. ദ റേഞ്ച് ഓഫ് വേരിയേഷൻ ഓഫ് ദിസ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് ഡിവൈഡ് ഇൻടു 2 regions, acceptance region and rejection region. If the computed value of the test statistic falls in the rejection region, we reject the null hypothesis. Rejection region is known as critical region. Critical region corresponds to a predetermined level of significance, say alpha, and the acceptance region corresponds to the region 1 minus alpha. ഒരു നൾ ഹൈപ്പോത്തസിസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റിജക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കൺസിഡർ ചെയ്യാറുണ്ട്. ആ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ റേഞ്ച് ഓഫ് വേരിയേഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നിന് നമുക്ക് അക്സെപ്റ്റൻസ് റീജിയൻ എന്നും മറ്റേത് റിജക്ഷൻ റീജിയൻ എന്ന് പറയാം. നമ്മളിപ്പോൾ കമ്പ്യൂട്ട് ചെയ്ത ആ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ അക്സെപ്റ്റൻസ് റീജിയനിലോ റിജക്ഷൻ റീജിയനിലോ വരാം. അങ്ങനെ റിജക്ഷൻ റീജിയനിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ ഒരു നൾ ഹൈപ്പോത്തസിസിനെ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. സോ ആ ഒരു റിജക്ഷൻ റീജിയനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ റിജക്ഷൻ റീജിയനെ നമ്മൾ ആൽഫ എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ അക്സെപ്റ്റൻസ് റീജിയൻ എന്തായിരിക്കും? 1 മൈനസ് ആൽഫ ആയിരിക്കും. ഇനി 2-tailed ആൻഡ് 1-tailed ടെസ്റ്റുകൾ നോക്കാം. A 2-tailed test is one in which we reject the null hypothesis if the computed value of the test statistic is significantly greater than or lower than the critical value of the test statistic. Thus, in 2-tailed test, the critical region is represented by both tails. If you are testing hypothesis at 5% level of significance, the size of the acceptance region is 0.95 and the size of rejection region is 0.05 on both sides together. So if the computed value of the test statistic fall either in the left tail or in the right tail, hypothesis is rejected. ഒരു 2-tailed ടെസ്റ്റിൻ്റെ കേസിൽ നമ്മളൊരു നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്ത ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ബേസിലാണ്. ഈ ഒരു കമ്പ്യൂട്ട് ചെയ്ത ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്ക് ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിനെക്കാട്ടിലും സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റർ അല്ലെങ്കിൽ ലോവർ ആണെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യും. അതായത് ഒരു 2-tailed ടെസ്റ്റിൻ്റെ കേസിൽ നമ്മൾ 2 ടെയിലിനെയും ക്രിട്ടിക്കൽ റീജിയൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലാണ് നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് നടത്തുന്നതെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് റീജിയൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.95 ആയിരിക്കും. ടോട്ടൽ നമുക്ക് 1 ആണല്ലോ പ്രോബിലിറ്റി ഉള്ളത്. സോ അതിൻ്റെ അക്സെപ്റ്റൻസ് റീജിയൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.95 ആയിരിക്കും. അതുപോലെ തന്നെ റിജക്ഷൻ റീജിയൻ്റെ സൈസ് അപ്പോൾ എത്രയായിരിക്കും? 0.05 ആയിരിക്കും. ആ ഒരു 2 സൈഡും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കമ്പ്യൂട്ട് ചെയ്ത ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ലെഫ്റ്റ് ടെയിലിലോ റൈറ്റ് ടെയിലിലോ വരുവാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നോക്കാം. If you are interested in testing null hypothesis that the average height of people is 156 cm, then the rejection would be on both sides since the null hypothesis is rejected if the average height in the sample is much more than 156 or much less than 156. നമ്മളിപ്പം ഒരു ആവറേജ് ഹൈറ്റ് ഓഫ് പീപ്പിൾ 156 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞുള്ള ടെസ്റ്റാണ് നടത്തുന്നതെങ്കിൽ ആ ഒരു 156 സെൻറ്റിമീറ്ററിന് താഴെയുള്ളതും 156 സെൻറ്റിമീറ്ററിന് മുകളിലുള്ളതുമായിട്ടുള്ള എല്ലാ പോയിൻറ്റ്സിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ 2-tailed ടെസ്റ്റിൻ്റെ കേസിൽ ആ ഒരു കറക്റ്റ് ആ ഒരു പോയിൻറ്റ് മാത്രമേ നമ്മൾ വാല്യൂ ചെയ്യത്തുള്ളൂ. ബാക്കി അതിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള ടെയിലുള്ളതും റൈറ്റിലോട്ടുള്ള ടെയിലുള്ളതും നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡയഗ്രം നോക്കി. ഈ ഒരു ഡയഗ്രം നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല.
അക്സെപ്റ്റൻസ് റീജിയൻ എന്ന് പറഞ്ഞൊരു റീജിയൻ കൊടുത്തിട്ടുണ്ട്. അവർ അക്സെപ്റ്റൻസ് റീജിയൻ്റെ ഏരിയയ്ക്കുള്ളിൽ വരുന്നത് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ആ ഒരു ഏരിയയ്ക്ക് വെളിയിലുള്ളതെല്ലാം എന്ത് ചെയ്യും, നമ്മൾ റിജക്റ്റ് ചെയ്യും. സോ ഇവിടെ 2 വര വരച്ചിട്ടുണ്ട്. ആ ഒരു വരയ്ക്കുള്ളിലുള്ള ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ അക്സെപ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ വെളിയിലുള്ള ഈ പോയിൻറ്റ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഈ ഒരു പോയിൻറ്റും ഒക്കെ വരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. പക്ഷേ വൺ ടെയിൽഡ് ടെസ്റ്റിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടെയിലിൽ മാത്രമേ കാണത്തുള്ളൂ. ഒന്നെങ്കിൽ ലെഫ്റ്റ് ടെയിലായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ടെയിലായിരിക്കും. ആ ഒരു ലെഫ്റ്റ് ടെയിലിൽ വരുമോ റൈറ്റ് ടെയിലിൽ വരുമോ എന്നുള്ളത് നമ്മൾ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ടെസ്റ്റിംഗ് വെദർ വിത്ത് ദ ആവറേജ് ഹൈറ്റ് ഓഫ് പീപ്പിൾ in the population is more than 156 cm, then we place a rejection completely on the right side and the test will be therefore one-sided. ഇപ്പോൾ നമുക്ക് ഒരു ഹൈറ്റ് ഓഫ് ദ പോപ്പുലേഷൻ മോർ ദാൻ 56 cm എന്നുള്ളതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടുത്തെ ഒരു റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് ടോട്ടലി റൈറ്റ് സൈഡിൽ മാത്രമായിരിക്കും ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ റിജക്ഷൻ റീജിയൻ കാണത്തില്ല. അതുപോലെ തന്നെ നമുക്കിപ്പം ആവറേജ് ഹൈറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ലെസ് ദാൻ 156 cm എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ റിജക്ഷൻ റീജിയൻ എവിടെയായിരിക്കും, റിജക്ഷൻ റീജിയൻ ടോട്ടലായിട്ട് ലെഫ്റ്റ് സൈഡിലായിരിക്കും. റൈറ്റ് സൈഡിലപ്പം റിജക്ഷൻ റീജിയൻ ഒന്നും കാണത്തില്ല. അപ്പം ഇവിടെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പോയിൻ്റ് എങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ളതൊക്കെ അക്സെപ്റ്റൻസ് റീജിയൻ ആയിരിക്കും. റൈറ്റ് സൈഡിൽ മാത്രമേ കാണത്തുള്ളൂ റിജക്ഷൻ റീജിയൻ. അതുപോലെ ഇപ്പം ഇതാണ് നമ്മുടെ പോയിൻ്റ് എങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് മാത്രമേ റിജക്ഷൻ റീജിയൻ കാണത്തുള്ളൂ. റൈറ്റ് സൈഡിലെല്ലാം തന്നെ അക്സെപ്റ്റൻസ് റീജിയൻ ആയിരിക്കും. Critical value or table value. The value of the test statistic which separates the rejection region from the acceptance region is called critical value. It depends on the level of significance and alternative hypothesis. അപ്പോൾ ഒരു അക്സെപ്റ്റൻസ് റീജിയനെയും റിജക്ഷൻ റീജിയനെയും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ പോയിൻറ്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. അത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെയും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെയും ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇഫ് ഇസഡ് ടെസ്റ്റ് ഈസ് അപ്ലൈഡ്, ദാറ്റ് ഈസ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ദ ക്രിട്ടിക്കൽ വാല്യൂ ഫോർ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആർ at 1%, 2-tail 2.58, 1-tail 2.33, at 5%, 2-tail 1.96, 2-tail 1.645. When the calculated value of the test statistic is numerically less than the critical value, we accept the null hypothesis. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ വാല്യൂ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നോക്കാം, 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നോക്കാം. 2-tailed ആയിട്ടുള്ള കേസും 1-tailed ആയിട്ടുള്ള കേസും നമ്മൾ പറഞ്ഞു. അങ്ങനെ 2 കേസിൽ നമുക്ക് 2 വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഈ കാൽക്കുലേറ്റ് ചെയ്ത ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നമ്മൾ ടേബിളിൽ നിന്ന് നോക്കുന്ന വാല്യൂവിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Significant difference. If the difference between a sample statistic and the corresponding population parameter is attributable only to sample fluctuations, we say the differences is not significant, otherwise the differences is significant. When the differences is not significant, we conclude that the sample statistic and population parameter are equal. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കും അതുപോലെ തന്നെ പോപ്പുലേഷൻ പാരാമീറ്ററും തമ്മിൽ ചെറിയ ഫ്ലക്ച്വേഷൻസേ ഉള്ളെങ്കിൽ, അതായത് വേറെ സാമ്പിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ചെറിയ ഫ്ലക്ച്വേഷൻസ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മളതിനെ ഡിഫറൻസ് നോട്ട് സിഗ്നിഫിക്കൻ്റ് എന്ന് പറയും. നേരെ മറിച്ചാണെങ്കിൽ അതിനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന് പറയും. ഈ ഒരു ഡിഫറൻസ് നോൺ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കേസിൽ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കും അതുപോലെ തന്നെ പോപ്പുലേഷൻ പാരാമീറ്ററും ഈക്വൽ ആയിരിക്കും. ഇനി ലാർജ് സാമ്പിൾ ആൻഡ് സ്മോൾ സാമ്പിൾ. It is difficult to draw a clear-cut line of demarcation between large and small sample. It is generally agreed among statisticians that a sample is to be considered large if its size exceeds 30. The statistical tests for large samples are different from those used in small samples, since assumptions made in the case of large samples are not true for small samples. എന്താ ഈ ലാർജ് സാമ്പിൾ സ്മോൾ സാമ്പിൾ എന്നുള്ളതിനുള്ള ഒരു ക്ലിയർ ഡെഫിനേഷൻ ആക്ച്വലി ഇല്ല. നമ്മൾ സാധാരണ എടുക്കുന്നത് ഈ ഒരു സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ 30 ആയിട്ടുള്ള കേസിനെയാണ് നമ്മൾ ലാർജ് സാമ്പിൾ എന്ന് പറഞ്ഞെടുക്കുന്നത്. ലെസ് ദാൻ 30 ആണെങ്കിൽ സ്മോൾ സാമ്പിൾ ആയിരിക്കും. ഈ ഒരു ലാർജ് സാമ്പിളിനെയും സ്മോൾ സാമ്പിളിനെയും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അസംഷൻസ് തന്നെ വ്യത്യാസമുണ്ട്. സോ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിലും ഡിഫറൻസസ് കാണും. For large sample, the sampling distribution of the test statistic is normal distribution, and therefore statistical test applied is z-test. ലാർജ് സാമ്പിൾസിൻ്റെ കേസിൽ നമുക്കറിയാം സെൻട്രൽ ലിമിറ്റ് തിയറം വെച്ചിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ z-test ആണ് അവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ സ്മോൾ സാമ്പിൾസ്, ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് മേ ബി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, T distribution, chi-square distribution, F distribution. Therefore, in these cases, sample of statistical test may be applied is z-test, T-test, chi-square test, F-test, etc.
അപ്പം ഈ ഒരു സ്മോൾ സാമ്പിൾ ടെസ്റ്റിൻ്റെ കേസിൽ ഒന്നെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടിയോ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനോ എഫ് ഡിസ്ട്രിബ്യൂഷനോ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ഇസഡ് ടെസ്റ്റും ടി ടെസ്റ്റും കൈ സ്ക്വയർ ടെസ്റ്റ് എഫ് ടെസ്റ്റൊക്കെയാണ് മെയിനായിട്ട് സ്മോൾ സാമ്പിൾ കേസിൽ എടുക്കുന്നത്. ലാർജ് സാമ്പിൾ കേസിൽ നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് ഇസഡ് ടെസ്റ്റാണ്. സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആണെങ്കിലാണ് ലാർജ് സാമ്പിൾ, ലെസ് ദാൻ 30 ആണെങ്കിൽ സ്മോൾ സാമ്പിൾ ആയിരിക്കും. ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ. This test is intended to test whether the given population mean is true or not, that is, to test whether the difference between sample mean and the given population mean is significant or it is only due to sampling fluctuation. For this type of problem, we can apply Z-test or T-test. The detailed test procedure is explained below. അപ്പോൾ ഈ ഒരു സാമ്പിൾ മെയിൻ്റെ ടെസ്റ്റ് നമ്മൾ നടത്തുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിളിൻ്റെ മീനും അതുപോലെ തന്നെ ഈ ഒരു പോപ്പുലേഷൻ്റെ മീനും സെയിം ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഒന്നെങ്കിൽ ഇസഡ് ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടി ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. First of all, set the hypothesis that there is no significant difference between sample mean and population mean, that is, the given population mean is true. This can also be expressed as mu is equal to mu naught. Here mu naught stands for the numerical value of the given population mean. നമുക്കിപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുക്കുന്ന സാമ്പിൾ മീനും അതുപോലെ തന്നെ പോപ്പുലേഷൻ മീനും സെയിം ആണോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം എടുക്കേണ്ട എച്ച് നോട്ട് എന്ന് പറയുന്നത് എന്താ? എച്ച് നോട്ട് mu is equal to mu naught എന്ന് പറഞ്ഞെടുക്കുക. ഇവിടെ mu naught എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ഗിവൻ പോപ്പുലേഷൻ്റെ മീനിന് കൊടുത്തിരിക്കുന്ന സ്പെസിഫിക് വാല്യൂ ആണ്. എക്സാമ്പിൾ ഇപ്പം നമുക്ക് പോപ്പുലേഷൻ മീൻ 10 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എച്ച് നോട്ട് എന്തെടുക്കും? എച്ച് നോട്ട് mu is equal to 10 എന്ന് പറഞ്ഞെടുക്കും. സോ ആ ഒരു സ്പെസിഫിക് വാല്യൂനെയാണ് ഇവിടെ mu naught എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ്ലി ഡിസൈഡ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയൻ. ഇഫ് സാമ്പിൾ ഈസ് ലാർജ്, ദ ടെസ്റ്റ് ക്രൈറ്റീരിയൻ ഈസ് എ ടെസ്റ്റ്. ഇഫ് ദ സാമ്പിൾ ഈസ് സ്മോൾ ബട്ട് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ, the test again is a test. If the sample is small and population standard deviation is not known, the test applies t-test. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഏത് ടെസ്റ്റ് ക്രൈറ്റീരിയൻ ആണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. ഇപ്പോൾ ഒരു ലാർജ് സാമ്പിളിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റാണ് സാധാരണ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇസഡ് ടെസ്റ്റാണ്. സോ ലാർജ് സാമ്പിളിൻ്റെ കേസിൽ നമ്മൾ ഇസഡ് ടെസ്റ്റാണ്. ഇനി ഈ ഒരു സ്മോൾ സാമ്പിൾ കേസ് തന്നെ നമുക്ക് രണ്ടായിട്ട് നോക്കാം. ഒരു കേസിൽ നമുക്ക് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ അറിയാം, മറ്റേ കേസിൽ നമുക്ക് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ അറിയത്തില്ല. ഈ ഒരു പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ അറിയാം എന്നുള്ള കേസിൽ സ്മോൾ സാമ്പിൾ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഇസഡ് ടെസ്റ്റ് തന്നെയാണ്. ഇനിയൊരു ഈ ഒരു പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ നമുക്ക് അറിയത്തില്ലെങ്കിൽ സ്മോൾ സാമ്പിൾ ആയിട്ടുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ടി ടെസ്റ്റാണ്. ഇനി മൂന്നാമതായിട്ട് ഇതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. യൂസിങ് ദ ഫോർമുല എക്സ് ബാർ മൈനസ് mu naught ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ കമ്പ്യൂട്ട് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. എക്സ് ബാറിൽ നിന്ന് ആ ഒരു mu naught-ൻ്റെ വാല്യൂ കുറയ്ക്കുക, അതിനുശേഷം സ്റ്റാൻഡേർഡ് എറർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്നതാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ബാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സാമ്പിളിൻ്റെ മീനാണ്. mu naught എന്ന് പറയുന്നത് ആ പോപ്പുലേഷൻ്റെ മീനായിരിക്കും. സ്റ്റാൻഡേർഡ് എറർ നമുക്ക് ഫോർമുല വെച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യണം. 3 ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കേസിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാം, അതുമാത്രമല്ല സാമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ അല്ലെങ്കിൽ ലാർജ്, അങ്ങനെയുള്ള കേസിൽ നമ്മൾ സിഗ്മ ബൈ റൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയത്തില്ല, സാമ്പിൾ സൈസും ലാർജ് ആണെങ്കിൽ എസ് ബൈ റൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയത്തില്ല, സ്മോൾ സാമ്പിൾ ആണെങ്കിൽ എസ് ബൈ റൂട്ട് ഓഫ് n-1 ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സിഗ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു സിമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. എൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സാമ്പിളിൻ്റെ സൈസാണ്. ഫോർ ഇസഡ് ടെസ്റ്റ് ദി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഇൻഫിനിറ്റി, വൈൽ ഫോർ ടി ടെസ്റ്റ് ഇറ്റ് ഈസ് n-1. അപ്പം ഇസഡ് ടെസ്റ്റിൻ്റെ കേസിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇല്ല, അത് നമ്മൾ ഇൻഫിനിറ്റി ആണ്. ടി ടെസ്റ്റിൻ്റെ കേസിൽ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താ? n-1 ആണ്. Get the table value of the test statistic for the degrees of freedom and the level of significance. Level of significance is usually predetermined. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒക്കെ വെച്ചിട്ട് നമ്മൾ ടേബിൾ വാല്യൂ കൺസിഡർ ചെയ്യുക. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഓൾറെഡി നമ്മൾ മിക്കവാറും പ്രോബ്ലത്തിന് മുമ്പ് തന്നെ പ്രീഡിറ്റർമൈൻ ചെയ്യുമായിരിക്കും. ഇനി ഇത് അവസാനത്തെ സ്റ്റെപ്പ് ഈ ഒരു അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുക. നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. സോ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഒരു പോപ്പുലേഷൻ മീനിൻ്റെ ടെസ്റ്റിങ്ങിൽ കേസിൽ നടത്തുന്നത്. പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത്രയും കൊണ്ട് നമ്മുടെ ഈ ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ തിയറി പാർട്ടാണ്. അപ്പോൾ തിയറി പാർട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നല്ലൊരു ബേസ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ തിയറീസ് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സോൾവ് ആയിക്കോളും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. താങ്ക്